ഹലോ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചാൽ ഒരു ബീട്രൂട്ട് കട്ട്ലേറ്റാണ്. ഇന്ത്യൻ കോഫി ഹൗസിലൊക്കെ കിട്ടുന്ന മാതിരി ഒരു ബീട്രൂട്ട് കട്ട്ലേറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെക്കാം. അതിനകത്തേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. പിന്നെ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു സബോള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്തു. അല്ലെങ്കിൽ നമുക്കിത് പേസ്റ്റ് ആക്കി വേണമെങ്കിലും ഇടാം. ഞാനിപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഞാൻ ഒരു ബീട്രൂട്ട്, ഒരു ക്യാരറ്റ്, ഒരു കിഴങ്ങ് ഞാൻ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം ഓരോന്നേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വാടി വരണം. ഈ സബോളയ്ക്ക് വേണ്ട ഉപ്പ് ഇച്ചിരി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇച്ചിരിയേ ഞാൻ ഇടുന്നുള്ളൂ. അത് വാടി വന്നതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, മുളക് പൊടി, ഞാൻ കാശ്മീരി മുളക് പൊടിയല്ല ഞാൻ ഇട്ടിരിക്കുന്നത്. ഞാൻ നമ്മുടെ സാധാ എരിവുള്ള മുളക് പൊടിയാണ് ഇട്ടത്. അത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. നമ്മുടെ വേവിച്ച് വെച്ച ബീട്രൂട്ടും ക്യാരറ്റും കിഴങ്ങും ഒക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് അതൊന്ന് ഡ്രൈ ആവട്ടെ കേട്ടോ. അതിനുശേഷം നമുക്ക് ഇച്ചിരി കരിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്കത് വാട്ടണ സമയത്ത് വേണേലും ഇട്ട് കൊടുക്കാൻ. ഞാൻ ഇപ്പോഴാണ് കരിവേപ്പില ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇച്ചിരി ഗോതമ്പ് പൊടി നമുക്ക് വേണേ ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടി ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിത് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇച്ചിരി ഗോതമ്പ് പൊടി മതി. അല്ലെങ്കിൽ അതിങ്ങനെ ഗോതമ്പ് പൊടി ഒരു പശ കാരണം നമുക്കതിങ്ങനെ കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടും. കയ്യിലൊട്ടാതിരിക്കാൻ വേണ്ടി നമ്മുടെ കൈ ഒന്ന് നനച്ചിട്ട് വേണം ഇത് ഉരുട്ടാനായിട്ട്. ഇത് നമ്മുടെ ഗോതമ്പ് പൊടിക്കകത്ത് ഇച്ചിരി നമ്മൾ വെള്ളം ഒഴിച്ച് നമ്മൾ കലക്കി വെച്ചിരിക്കുകയാണ് ഇതൊന്ന് മുക്കാൻ വേണ്ടി. ഇത് നമ്മുടെ ബ്രെഡ് പൊടിച്ചതാണ്. ബ്രെഡ് പൊടിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. നമ്മുടെ ചീനച്ചട്ടിയിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഈ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ നമുക്ക് വേണേൽ ഓവൽ ഷേപ്പ് ആക്കാം. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ ഈ ആ പൊടിക്കകത്ത് നന്നായിട്ട് മുക്കി നമ്മുടെ ബ്രെഡ് പൊടിക്കകത്ത് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇതിന് ശേഷം നമ്മൾ നമ്മുടെ വെളിച്ചെണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുക്കുക ചെയ്യുക. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. വെളിച്ചെണ്ണയ്ക്കകത്ത് അതൊരു ബ്രൗൺ കളറാവുന്നവരെ നമുക്ക് ആക്കി കൊടുക്കാം. വളരെ എളുപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.